Hello, I'm Dr. Ali Rimbra's dental surgeon, Melato. ഇന്ന് ഞാൻ നിങ്ങളെ മുന്നിലോട്ട് എത്തിയിട്ടുള്ളത് ഓർത്തഡോണ്ടിക് പ്രാക്ടീസ് മെത്തേഡ് ഫോർ ജനറൽ ഡെന്റൽ സർജൻസ് എന്നുള്ള ഒരു ടോപ്പിക്സിനായിട്ടാണ്. ഫസ്റ്റ് ഞാൻ പറയുന്നത് ഡയഗ്നോസ്റ്റിംഗ് ആണ്. Before diagnosing, we have to look the patients, is any systemic problems, asthmatic, cardiac, some other systemic problems they have. രണ്ടാമത്തത് ഇഞ്ചുറി ടു ഫേസ്, എനി ആക്സിഡൻ്റൽ ഇഞ്ചുറി ടു ദ ഫേസ്. അതിനുശേഷം ഹാബിറ്റ്, മൗത്ത് ബ്രീത്തിങ്, ടങ് ടെസ്റ്റ് പോലത്തെ ഹാബിറ്റ്സ് ഉണ്ടോ, പിന്നെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ്, ഫ്ലൂട്ട് പോലത്തെ സാധനങ്ങൾ വായിക്കുന്ന ഹിസ്റ്ററി ഉണ്ടോ എന്നറിയണം. മൂന്നാമത്തതാണ് പ്രീവിയസ് ഓർത്തോ ട്രീറ്റ്മെൻറ്റ്, മുമ്പ് ഓർത്തോ ട്രീറ്റ്മെൻറ്റ് അവർക്കോ അവരുടെ ഫാമിലി ആളുകൾക്കോ ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. ഫാമിലി ഹിസ്റ്ററിയാണ് ഇമ്പോർട്ടൻസ്. നാലാമത്തത് അടുത്തതാണ് പറയുന്നത്, ഈസ് എനി പ്രോബ്ലംസ് ഓഫ് ദ സ്പീച്ച് പ്രോബ്ലംസ് വല്ലതും ഉണ്ടോ അവർക്കോ ഫാമിലിക്കോ. ഈ കണ്ടീഷൻസ് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഡയറക്റ്റ്ലി നമ്മൾ പോകുന്നത് ഡയഗ്നോസിസ് സ്റ്റേജിലോട്ടാണ്. ഓർത്തഡോണ്ടിക് കേസ് ഡയഗ്നോസിസ്. ഇത് നമ്മൾ 3 ആംഗിളിലാണ് ഡയഗ്നോസ് ചെയ്യുന്നത്. വൺ ഈസ് ഫേഷ്യൽ ആൻഡ് അതർ ഈസ് ഡെന്റൽ, ദെൻ അതർ ഈസ് സ്കെലിറ്റൽ. ഈ 3 ആംഗിളിലാണ് നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നത്. തുടക്കത്തിൽ നിങ്ങൾക്കത് വളരെ പ്രയാസമായിട്ട് അനുഭവപ്പെടാം. പക്ഷേ ഇത് ഓരോ പ്രോബ്ലംസും വിത്ത് ചിത്രത്തോടുകൂടി അതിൻ്റെ വീഡിയോയോടുകൂടി ഞാൻ നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്യുമ്പോൾ അത് നിങ്ങൾക്ക് സിമ്പിളായിട്ട് അനുഭവപ്പെടും. ഇപ്പം ഞാൻ ജസ്റ്റ് അതിൻ്റെ പോയിന്റ്സുകൾ മാത്രം 1 by 1 ആയിട്ട് പറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫേഷ്യലിലോട്ടാണ് നമ്മൾ ഫസ്റ്റ് പോകുന്നത്. ഹൗ ദ പേഷ്യൻസ് ലുക്ക്, അത് ഡോളിക്കോ ഫേഷ്യൽ ആണോ, മീസിയോ ഫേഷ്യൽ ആണോ, ബ്രേക്കിയോ ഫേഷ്യൽ ആണോ, ഇത് നമ്മൾ ഫേഷ്യൽ ടൈപ്പ് എന്ന് പറയും. ഓക്കെ, ഡീറ്റെയിൽസ് ആയിട്ട് പിന്നെ പറയാം. ദെൻ കോൺവെക്സ് ആണോ, കോൺകേവ് ആണോ, സ്ട്രൈറ്റ് ആണോ, ഇത് പ്രൊഫൈൽ എന്ന് പറയും. പേഷ്യൻസിൻ്റെ പ്രൊഫൈൽ നിർണ്ണയിക്കുന്നത്. അടുത്തതാണ് നമ്മൾ അസിമെട്രിക്, പേഷ്യൻസ് റൈറ്റോ ലെഫ്റ്റോ അല്ലെങ്കിൽ അസിമെട്രി ഉണ്ടോ, അത് 2 ആർച്ചും 2 സൈഡും ഒരേപോലെയാണോ. നെക്സ്റ്റ് കംസ് ടു സബ് ലേബിയൽ ഫോൾഡ്. സബ് ലേബിയൽ ഫോൾഡ് ഉണ്ടോ, സബ് ലേബിയൽ ഫോൾഡ്. ഇത് ഈ ഓരോ പോയിന്റും ആ പേഷ്യൻസ് നമുക്ക് എക്സ്ട്രാക്ഷൻ ആണോ നോൺ എക്സ്ട്രാക്ഷൻ ആണോ എന്ന് ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു ക്ലൂ ആണ്. എന്നിട്ട് ഓൾ ടുഗദർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ആ പേഷ്യൻസ് എക്സ്ട്രാക്ഷൻ ചെയ്യണോ നോൺ എക്സ്ട്രാക്ഷൻ ചെയ്യണോ എന്ന് തീരുമാനിക്കുന്നത്. നെക്സ്റ്റ് കംസ് ടു നേസോ ലേബിയൽ ഫോൾഡ്. നേസോ ലേബിയൽ ഫോൾഡ്, ഈ നേസിയോ ലേബിയൽ ഫോൾഡ് 90 ഡിഗ്രി വെച്ചിട്ടാണ് നമ്മൾ ലൈസ് ചെയ്യുന്നത്. ബിലോ 90, എബോ 90 ആണോ, എബോ 90 ആണെങ്കിൽ 110 എബോ ഉണ്ടോ, ഇതെല്ലാം എക്സ്ട്രാക്ഷൻ ഇൻഡിക്കേഷൻസ് ആണ്. Then comes to gingival display, how the patient's gingiva is seen when we look at the face. Then upper incisal angle, upper incisal edge to the lips, upper incisal edge ലോട്ട് എത്ര നിൽക്കുന്നുണ്ട്. Then tonicity of tongue and tonicity of lip. എന്തുകൊണ്ടാണ് ഇതെല്ലാം ഇമ്പോർട്ടൻസ് എന്ന് പറയാൻ കാരണം, നമ്മൾ ഡെന്റൽ ടിഷ്യൂവിൽ 1 mm മാറ്റം വന്നാൽ അത് നമ്മൾ ഫേഷ്യലി 2 mm റിഫ്ലക്റ്റ് ചെയ്യും. റിവേഴ്സ്, നമുക്ക് 1 mm റിഫ്ലക്ഷൻ നമുക്ക് ഫേസിൽ വേണമെങ്കിൽ വി ഹാവ് ടു കറക്റ്റ് 0.5 half mm ഇൻ ഡെന്റൽ. ഡെന്റൽ ആർച്ചിൽ വരുന്ന വ്യത്യാസം അത് ഡബിള് നമുക്ക് ഫേസിൽ റിഫ്ലക്റ്റ് ചെയ്യും. അപ്പം നമുക്ക് ഫേസിൽ നമുക്ക് ഡബിൾ വേണമെങ്കിൽ നമ്മൾ ഡെന്റലിൽ അത് 1 ആയിട്ട് ചുരുക്കിയാൽ മതി. ദാറ്റ്സ് എ സിമ്പിൾ ടെക്നിക്. ദെൻ കംസ് ടു ഡെന്റൽ. ഡെന്റലിൽ നമ്മൾ ആംഗിൾ ക്ലാസിഫിക്കേഷൻ തന്നെയാണ്, എല്ലാവരും കേൾക്കുന്ന സംഭവം തന്നെയാണ്. ആംഗിൾസ് 1 or 2 or 3, അത് നിങ്ങൾക്ക് അറിയാം, ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല, ഏത് കൊച്ചുകുട്ടിക്കും അറിയുന്നതാണ്. ദെൻ ഓപ്പൺ ബൈറ്റ് ആണോ, ഡീപ്പ് ബൈറ്റ് ആണോ, അതോ ക്ലോസ്ഡ് ബൈറ്റ് ആണോ. ഈ ഓപ്പൺ ബൈറ്റും ഡീപ്പ് ബൈറ്റും ഇതും ഡെന്റലും ഉണ്ട്, സ്കെൽറ്റലും ഉണ്ട്. സ്കെൽറ്റൽ പ്രോബ്ലംസ് വി കനോട്ട് കറക്റ്റ് വിത്ത് ഡെന്റൽ, ദാറ്റ് ഇസ് ദ സ്കെൽറ്റൽ പ്രോബ്ലം. ദെൻ അപ്പർ ആർച്ച്, ദെൻ അപ്പർ ടൂത്ത്,
ആർച്ച് ലെങ്ത് ഡിസ്ക്രിപ്പൻസി എന്ന് പറയും. ആൽവിയോളാർ ബോൺ സപ്പോർട്ടിനകത്ത് ആൽവിയോളാർ ബോൺ സപ്പോർട്ടും ടൂത്തിന്റെ മീസിയോ ഡിസ്റ്റൽ ഡയമീറ്ററും കൂടി മെഷർ ചെയ്തതിനു ശേഷം വ്യത്യാസം കണ്ടുപിടിക്കുന്നതിനാണ് നമ്മൾ അപ്പർ ആർച്ച് ടൂത്തിൽ ആർച്ച് ലെങ്ത് ഡിസ്ക്രിപ്പൻസി ഓഫ് അപ്പർ ആൻഡ് ലോവർ എന്ന് പറയുന്നത്. അതും നമുക്ക് എക്സ്ട്രാക്ഷൻ ഇൻഡിക്കേഷൻ പോയിന്റ് നൽകും, പ്രൊവൈഡഡ് ദിസ് ഇസ് എൻ സ്കെലിറ്റൽ പ്രോബ്ലം ഓർ നോട്ട്. Then comes to shape of upper incisors. Upper incisors shape normal ആണോ ടേപ്പേർഡ് ആണോ? ടേപ്പേർഡ് ഇൻസൈസേഴ്സിന്റെ പ്രത്യേകത we look spacing but we cannot correct the spacing. Then curvoscopy is depth ആണോ നോർമൽ ആണോ ആവറേജ് ആണോ? ഇതെല്ലാം എക്സ്ട്രാക്ഷൻ ഇൻഡിക്കേഷൻസ് ആണ്. കാരണം curvoscopy ഡീപ്പ് ആണെങ്കിൽ when you align the tooth will go forwards and we need extraction to compensate that. അതൊക്കെ നമുക്ക് ഡീറ്റെയിൽസ് ആയിട്ട് പറയാം. Then curvoscopy അത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. കർവോസ്പി ഒക്ലൂസൽ സൈഡിലൂടെ കർവ് ഇമാജിനറി കർവ് പോകുന്ന കാര്യം. Then arch form ovoid ആണോ ടേപ്പേർഡ് ആണോ സ്ക്വയർ ആണോ? ആർച്ച് ഫോം ദിസ് ആൾസോ ഇമ്പോർട്ടൻറ്റ്. ആർച്ച് ഫോം ഈസ് ഇമ്പോർട്ടൻറ്റ്. വി ഹാവ് ടു ചേഞ്ച് വൺ ആർച്ച് ടു അതർ. ഒരു ആർച്ച് മറ്റേ ആർച്ചിലോട്ട് മാറ്റുമ്പോൾ നമുക്ക് എക്സ്ട്രാക്ഷൻസിനെ അവോയ്ഡ് ചെയ്യാൻ കഴിയും. Okay, then protrusion and proclination. These two terminologies usually confusing. And protrusion means position, but proclination is angle. Protrusion is count in centimeters or millimeters, but protrusion is count in angle, degrees, 30 degree, 40 degree, just like that. Then dental portion is over. Then comes to skeletal. Once the problem skeletal, the chance of surgery is important. Suppose if a tooth maxilla is protruded, we cannot correct it by orthodontic treatment. Go for directly for surgery. അതുകൊണ്ടാണ് നമ്മൾ ക്ലാസ് 2 കേസസ് ആണ് ഏറ്റവും കോംപ്ലിക്കേറ്റഡ് കേസസ് എന്ന് പറയുന്നത്. എന്താ ക്ലാസ് 2 കേസസ്? മാക്സില മുന്നിലാണോ, മാക്സിലറി ടൂത്ത് മുന്നിലാണ്, ആ ടൂത്ത് ആണ് കറക്റ്റ് ചെയ്യാൻ ഏറ്റവും ബുദ്ധിമുട്ടെന്ന് പറയുന്നത്. Then class of skeletal class very very important. If the skeletal is class 1, then only we get the good result. The skeletal is class 2 or class 3, there's a limitations. For example, the case is class 3, which you have here is a which 6 mm ന്റെ ഉള്ളിലുള്ള കേസസ് നമുക്ക് കറക്റ്റ് ചെയ്യാൻ ഡെന്റലി കറക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. എബോവ് 6 go for surgery. വിസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അത് സാധാരണഗതിയിൽ അതെല്ലാം സർവൈക്കലിനകത്ത് വെച്ചിട്ട് നമുക്ക് വരുന്ന ഒരു പോയിന്റ്സിന്റെ സ്കെലിറ്റൽ പോയിന്റ്സ് തമ്മിലുള്ള വ്യത്യാസത്തിൽ മെഷർമെന്റ് ചെയ്യണം. ഐ ടീച്ച് യു ലേറ്റർ. Then ഷോർട്ട് മാക്സില ആൻഡ് ഷോർട്ട് മാൻഡിബിൾ, these are development anomalies. We cannot correct the development anomalies with orthodontic treatment. Okay, but these are the introduction to the topics. Each and every point I'll explain details. You will get it details by one look itself. The patients in a ഒറ്റ കാഴ്ചയിൽ രണ്ട് കാര്യങ്ങൾക്ക് നിങ്ങൾ എക്സ്പെർട്ട് ആയി അറിയാൻ പറ്റും. ഒന്ന്, യു ക്യാൻ സേ ദ ഏജ് നമുക്ക് പേഷ്യൻസിനെ ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും, ഡെന്റൽ ഏജ് ആൻഡ് ദ പേഷ്യൻസ് ഏജ്. രണ്ടാമത്തത്, ഒരു പേഷ്യൻസിന്റെ പ്രൊഫൈൽ ഫേസ് കണ്ടാൽ തന്നെ നമുക്കറിയാൻ പറ്റും ഈസ് ഇറ്റ് ട്രീറ്റബിൾ ഓർ നോട്ട്. അവിടെയാണ് എക്സ്പീരിയൻസ് ഓർത്തഡോണ്ടിക്സ് ചെയ്യുന്നത്. എക്സ്പീരിയൻസ് ഓർത്തഡോണ്ടിക്സ് ഡെന്റൽ ചെയറിൽ പേഷ്യൻസ് ഇരിക്കുന്നതോടുകൂടെ അത് ട്രീറ്റ്മെന്റിന് പറ്റുന്നതാണോ അല്ലോ എന്ന് അവർക്ക് അറിയാൻ പറ്റും. അപ്പൊ അവരുടെ മനസ്സിൽ ഈ കാണിക്കുന്ന പോയിന്റ്സ് എല്ലാം ഡീറ്റെയിൽസ് ആയിട്ട് ഫ്ലാഷ് ഓഫ് ചെയ്യുന്നുണ്ട്, മിങ്ങി മറയുന്നുണ്ട്. അപ്പൊ നമ്മളത് ഓരോ പോയിന്റ്സും ഇൻ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കും. ഇതെല്ലാം വളരെ സിമ്പിളായി നമുക്ക് പഠിക്കാവുന്ന കാര്യമാണ്. ആ കാര്യങ്ങൾ വെച്ചതിന് ശേഷം നമുക്ക് ഓർത്തോ ഡയഗ്നോസിങ് ചെയ്യാം. In conclusion, I say, look at the forest, not at the trees. Look at the forest, not at the tree. ഫോറസ്റ്റിലോട്ട് നോക്കണം, ട്രീസിലോട്ട് നോക്കരുത്. എന്താണ് പറയുന്ന അർത്ഥം? We can do overall correction functionally and aesthetically. Not all. Here we have orthodontic space. As a general practitioner, you have the limitation to do the orthodontics.
നമ്മൾ ഓർത്തോ ബേസിക് പഠിച്ചിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ എല്ലാ കേസും എടുത്ത് ചെയ്യുക എന്ന് പറയരുത്. അറ്റ്ലീസ്റ്റ് we want to differentiate whether it is surgical case and whether it is treatable case. അതെല്ലാം നമുക്ക് പ്രോപ്പർ ഡയഗ്നോസിനും കൂടെ പോകണം. ഈ ഓരോ പോയിന്റ്സുകളും ആ പേഷ്യൻസിന്റെ ഡയഗ്നോസിങ് പോയിന്റ്സ് നമ്മളോട് ഇൻഡയറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. എന്ത്, ഈ എനിക്ക് വേണ്ടത് എക്സ്ട്രാക്ഷൻ ആണോ നോൺ എക്സ്ട്രാക്ഷൻ ആണോ ട്രീറ്റ്മെന്റ് എന്ന്. അപ്പോൾ ഞാൻ സാധാരണഗതിയിൽ ചെയ്യുന്നത്, ഡോണ്ട് ഡു എക്സ്ട്രാക്ഷൻ ഫസ്റ്റ്. തുടക്കത്തിൽ നമ്മൾ എക്സ്ട്രാക്ഷൻ ചെയ്യരുത്. വെയിറ്റ് ഫോർ 3 months ഫോർ എക്സ്ട്രാക്ഷൻ, 3 മാസം. അതുകൊണ്ടുണ്ടാവുന്ന ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. ഒന്നിന് അഡ്വാൻറ്റേജസ് ഇല്ല. രണ്ടാമത് ശ്രദ്ധിക്കേണ്ടത്, ഒരു പേഷ്യൻസ് നിങ്ങൾ എടുക്കുന്ന സമയത്ത് ആസ്ക് ദം വാട്ട് ഈസ് യുവർ റിക്വയർമെന്റ്. അവരുടെ ആവശ്യം എന്താണ്. നമ്മളൊരു ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ എന്താണ് അവരുടെ ഫുഡിന്റെ ആവശ്യം എന്നറിയാതെ ആ ഹോട്ടലിൽ കിട്ടുന്നവന് തോന്നുന്നവരുടെ ഫുഡ് കൊടുത്താൽ അവന് ഹാപ്പി ആകുമോ? നെവർ. അത് യു ഹാവ് ടു ബി റെക്കോർഡഡ്. അവരുടെ ആവശ്യങ്ങളും നിങ്ങൾ അതിന് കൊടുക്കുന്ന ചാർജ് ചെയ്യുന്ന ഫീസും നിങ്ങൾ അതിനെടുക്കുന്ന ടൈമും നേരത്തെ റെക്കോർഡ് ചെയ്യപ്പെടണം. അതല്ലെങ്കിൽ നമ്മൾ എന്ത് സംഭവിക്കും, ഒരു പ്രോബ്ലംസ് കറക്റ്റ് ചെയ്യുമ്പോൾ പേഷ്യൻസ് ഡിമാൻഡ്സ് നെക്സ്റ്റ് പ്രോബ്ലം. അപ്പൊ നിങ്ങൾ ഏതെല്ലാമാണോ കറക്റ്റ് ചെയ്യാൻ പോകുന്നത് അത് വ്യക്തമായിട്ട് പേഷ്യൻസിനോട് പറഞ്ഞിരിക്കണം, ഞാൻ ഇതാണ് കറക്റ്റ് ചെയ്യാൻ പോകുന്നത്. ഐ തിങ്ക് യു വിൽ ഗെറ്റ് ആൻ ഇൻട്രൊഡക്ഷൻ ഫോർ ഓർത്തഡോണ്ടിക്സ്, ഹൗ ടു ഡയഗ്നോസ് ഇൻ ഓർത്തഡോണ്ടിക്സ്. ഇറ്റ് ഈസ് ജസ്റ്റ് എ റീഡിംഗ് പാൻ. ഞാനിപ്പം ജസ്റ്റ് ഒന്ന് വായിച്ചു പോകാൻ മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഐ വിൽ എക്സ്പ്ലെയിൻ ഈച്ച് വൺ. ഓക്കെ, താങ്ക് യു. ഐ എം ഡോക്ടർ അലി.